എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2026 പുതുവർഷത്തിൽ പുണർദം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. പുണർദം നക്ഷത്രം 2 രാശികളിലായിട്ടാണ് വരുന്നത്. പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യം 3 പാദം മിഥുനൻ രാശിയിലും 4-ാം പാദം അഥവാ അവസാന പാദം കർക്കിടകൻ രാശിയിലുമാണ്. മിഥുനൻ രാശിയിൽ വരുന്ന പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 2026 ജൂൺ 2 വരെ ജന്മത്തിലും തുടർന്ന് 2-ലുമാണ് സഞ്ചരിക്കുന്നത്. ശനി 10-ലും രാഹു 9-ലും കേതു 3-ലും സഞ്ചരിക്കുന്നു. എന്നാൽ കർക്കിടകൻ രാശിയിൽ വരുന്ന പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 2026 ജൂൺ 2 വരെ 12-ലും തുടർന്ന് ജന്മത്തിലും സഞ്ചരിക്കുന്നു. ശനി 9-ലും രാഹു 8-ലും കേതു 2-ലുമാണ് സഞ്ചരിക്കുന്നത്. പ്രധാനമായിട്ടും വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഗോചരാലുള്ള ഫലങ്ങളാണ് പ്രതിപാദിക്കുന്നത്. മറ്റ് ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾക്കും സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ടെങ്കിലും അവ ചെറിയ കാലയളവിലായതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഈ ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഫലം പറയുന്നത്. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് 2026 പുതുവർഷത്തിൽ വന്നു ചേരാൻ പോകുന്നത്. സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചയുമൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികളെയും ഈ നക്ഷത്രക്കാർ നേരിടേണ്ടതായിട്ട് വരുന്നതും ആയിരിക്കും. പക്ഷേ എങ്കിലും വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ കൂടുതലായിട്ട് ഗുണാനുഭവങ്ങൾ ഈ രാശിക്കാർക്ക് വന്ന് ചേരുന്ന സമയമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ കഴിയും. ഉദ്യോഗം അന്വേഷിക്കുന്നവർക്ക് ഉദ്യോഗലബ്ധി ഉണ്ടാകുന്നതാണ്. ഉദ്യോഗത്തിലുള്ളവരെ സംബന്ധിച്ച് പ്രമോഷൻ, സാമ്പത്തിക നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. എന്നാൽ കർമ്മരംഗത്ത് ഇടയ്ക്കിടെ ചെറിയ തടസ്സങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുമുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും കലാകാരന്മാർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും 2026 വന്നു ചേരുന്നത്. എന്നാൽ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഇവർക്ക് നടത്തിയെടുക്കാൻ കഴിയും. ബിസിനസ് രംഗത്ത് പ്രതിസന്ധികളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടാനും ചെറിയ രീതിയിലെങ്കിലും ബിസിനസ് സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ സാധിക്കുന്ന സമയമാണ്. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. ഔദ്യോഗികമായിട്ട് പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ദാമ്പത്യപരമായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയവുമാണ്. കൂടാതെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, കലാകാരന്മാർ തുടങ്ങിയവരൊക്കെ വളരെയധികം കരുതലോടെ മുന്നോട്ട് പോയാൽ പല വിധത്തിലുള്ള നേട്ടങ്ങളും ഐശ്വര്യങ്ങളും കൂടുതലായിട്ട് ഈ രാശിക്കാർക്ക് വന്ന് ചേരുന്നതുമായിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.